Hello friends, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനും പൊട്ടാറ്റോയും വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഒരഗാനോയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരഗാനോ ചേർത്ത് കൊടുത്തത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവറിന് പകരമായിട്ട് മൈദയും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് സമയം നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മിക്സിയിലിട്ട് പൊടിക്കുന്നതിനേക്കാളും നല്ലത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് നിന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഈ ഫില്ലിങ്ങിൻ്റെ ചൂടൊന്ന് ആറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പൊട്ടാറ്റോയുടെ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിനുള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് 1-2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഫില്ലിങ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഈ 2 കിഴങ്ങിന് ഇത്രയും ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ സെയിം ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് സമോസയും ഉണ്ടാക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ബ്രെഡ് ക്രംസും അതുപോലെ 2 കോഴിമുട്ടയും വേണം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാതെ ഇരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും. ഒരു മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും.
പുറമേ നല്ല ക്രിസ്പിയും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് കറുത്ത് പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.